നീതി നിഷേധിക്കപ്പെടുന്നവർക്കെല്ലാം ഈസ്റ്റർ നാളുകളിൽ നീതി ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ബസേലിസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഈസ്റ്റർ ദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ തടയാൻ സഭയും സമൂഹവും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 2 മാസത്തിലധികമായി ആശാവർക്കർമാർ സമരത്തിലാണ്. അവരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരിന്റെ നടപടി പുനഃപരിശോധിക്കപ്പെടേണ്ടതാണെന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ 2 മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു. നമ്മുടെ വീട്ടമ്മമാരാണ്. അവർക്കൊക്കെ ജീവിതത്തിൽ ചുരുങ്ങിയ ഒരു തുക എങ്കിലും അവരുടെ ജീവസന്ധാരണത്തിന് ഒരു ദിവസം 230 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത് 100 രൂപയെങ്കിലും കൂട്ടിക്കിട്ടണമെന്ന് മാത്രം അവരാവശ്യപ്പെടും. പക്ഷേ അതിനെതിരെ മുഖം തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടി നിശ്ചയമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അവർക്ക് പ്രത്യാശ നൽകുമെന്നും ഈ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് ആശിക്കാം. മതങ്ങൾ തമ്മിലുള്ളതായ വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും. മുനമ്പം പ്രദേശത്ത് യാതൊരു ആവശ്യവുമില്ലാതെ സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം, ഇവിടെ എന്തുമാത്രം മതങ്ങൾ ഒരേ ഗ്രാമത്തിലുണ്ട്. എല്ലാവരും സൗഹാർദ്ദമായി ജീവിക്കുകയാണ്. ആ സൗഹാർദ്ദമായി ജീവിക്കുന്ന മതങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഒരിക്കലും പൈശാചികമല്ലെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ജീവിത സന്ധാരണത്തിനായി സമരം ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ ഈസ്റ്റർ നാളുകളിലെങ്കിലും യാഥാർത്ഥ്യമാകാൻ ഇടവരട്ടെ എന്ന് പരിശുദ്ധ കാത്തോലിക്ക ബാവ പറഞ്ഞു. മതങ്ങൾ തമ്മിലുള്ള വൈര്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുൻപത്തെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് പൈശാചിക പ്രവർത്തനമാണ്. അവർക്ക് സമാധാനത്തിൽ കഴിയാൻ സാഹചര്യം ഉണ്ടാവണം. മലയോര മേഖലയിലെ വന്യമൃഗ ഭീഷണി നേരിടുന്നതിന് ഫലപ്രദമായി ഇടപെടൽ ഉണ്ടാകണം. മലങ്കര സഭയിലും സമാധാനം ഉണ്ടാകണം. സത്യവും നീതിയും തിരിച്ചറിഞ്ഞ് സമാധാനത്തിൽ കഴിയുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം. മലങ്കര സഭ വീണ്ടും ഒന്നായി പോകുവാൻ മനസ്സിന്റെ തടവറയിൽ നിന്നും മോചിതരാകാൻ പ്രാർത്ഥിക്കാമെന്നും കത്തോലിക്ക ബാവ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു.